കാന്തല്ലൂർ പഞ്ചായത്തിൽ സ്വകാര്യ സർക്കാർ ഭൂമികൾ കൃത്യമായി കണ്ടെത്താനും അതിരുകൾ തിട്ടപ്പെടുത്താനുമുള്ള ഡിജിറ്റൽ സർവേ നടപടികൾക്ക് തുടക്കമായി. പദ്ധതി സുഗമമായി നടപ്പിലാക്കുന്നതിനായി ഓരോ പ്രദേശത്തെയും ജനപ്രതിനിധികളെയും പ്രദേശവാസികളെയും ഉൾപ്പെടുത്തി പ്രത്യേക സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. ഭൂമിയുടെ യഥാർത്ഥ ഉടമസ്ഥത കണ്ടെത്തുക, പട്ടയമുള്ള ഭൂമിയും നിലവിൽ കൈവശം വെച്ചിരിക്കുന്നതുമായ സ്ഥലങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തുക എന്നിവയാണ് സർവേയുടെ പ്രധാന ലക്ഷ്യം. സർവേ നടത്തുന്ന ഭൂമിയെ സംബന്ധിച്ച് മറ്റാർക്കും ആക്ഷേപങ്ങളില്ലെങ്കിൽ ആ സ്ഥലം പൂർണ്ണമായും ബോധ്യപ്പെട്ട് പട്ടയം നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതോടൊപ്പം കയ്യേറ്റം ചെയ്യപ്പെട്ടതോ അന്യാധീനപ്പെട്ട് കിടക്കുന്നതോ ആയ സർക്കാർ ഭൂമികൾ തിരിച്ചുപിടിക്കാനും ഈ സർവേയിലൂടെ സാധിക്കും. ഭൂവുടമകളുടെ കൈവശമുള്ള സ്ഥലം എത്ര വർഷമായി അവരുടെ ഉടമസ്ഥതയിലുണ്ടെന്ന് കണ്ടെത്തി ഡിജിറ്റൽ സർവേയിലൂടെ ഓരോ സ്ഥലത്തിന്റെയും വ്യക്തമായ മാപ്പ് തയ്യാറാക്കി നൽകും. അതിർത്തികളെയോ ഉടമസ്ഥതയെയോ ചൊല്ലി തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവ പിന്നീട് പ്രത്യേകമായി പരിഹരിക്കാൻ നടപടിയുണ്ടാകും. ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്നതോടെ ഭൂമിയുടെ സ്ഥിതിഗതികൾ ഉടമകൾക്ക് വെബ്സൈറ്റ് വഴി എപ്പോൾ വേണമെങ്കിലും വിലയിരുത്താനാകും. കൂടാതെ സർവേയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഉടമകളുടെ മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജായി ലഭിക്കുന്നതിനുള്ള ആധുനിക സംവിധാനം ഇതിലൂടെ ഒരുക്കിയിട്ടുണ്ട്. ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ, തിരിച്ചറിയൽ കാർഡ്, മൊബൈൽ നമ്പർ എന്നിവ സർവേ ആരംഭിക്കുന്നതിന് മുമ്പായി ഓഫീസിലോ അല്ലെങ്കിൽ സ്ഥലത്ത് നേരിട്ടെത്തുന്ന സർവേ ഉദ്യോഗസ്ഥർക്കോ ഉടമകൾ കൈമാറേണ്ടതാണ്. കാന്തല്ലൂർ പഞ്ചായത്തിലെ 6ാം വാർഡിൽ ആരംഭിച്ച ഡിജിറ്റൽ സർവേയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ഈശ്വരൻ നിർവഹിച്ചു. നമ്മൾ പ്രത്യേകം അളന്നിട്ടിട്ട് അതിന് പട്ടയം എടുക്കണം. അത് LT പട്ടയമാണെങ്കിൽ അങ്ങനെ, അത് LA പട്ടയമാണെങ്കിൽ അങ്ങനെ. അത് ആ ഞാൻ പറയില്ല, ഓരോ ഫീൽഡിൽ ചെല്ലുമ്പോഴും ആ ഫീൽഡ് എന്താണോ പ്രശ്നം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അവർക്ക് അതിനുള്ളൊരു മറുപടി നമ്മൾ കൊടുക്കുന്നത്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് S. ശിവൻരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഭാഗ്യരാജ്, പഞ്ചായത്ത് അംഗം ബാലമുരുകൻ, ഹെഡ് സർവേയർ സിന്ധു, ഫസ്റ്റ് ഗ്രേഡ് സർവേയർ നജീമുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മറയൂർ.